കൊണ്ടുപോകും, കുട്ടികൾക്ക് കൊടുക്കും, പലർക്കും കൊടുക്കും. രാവിലെ ആയി കഴിഞ്ഞാൽ ആ ഗോപസ്ത്രീകളൊക്കെ ഇവിടെ എത്തും. യശോദയുടെ ഗൃഹത്തിൻ്റെ മുന്നിൽ വലിയൊരു വരിയ 100-100 പേര് രാവിലെ തന്നെ ഉണ്ടാവും. അവരവരുടെ കൃഷ്ണൻ്റെ കഥ എങ്ങനെ പറയും. ആര് കേൾക്കും? യശോദ കേൾക്കും. ഒരാളെ കേൾക്കാനുള്ളൂ. സ്വതവേ തിരിച്ചാ, ഒരാൾ പറയും 100 പേര് കേൾക്കും. അത് തിരിച്ചാ 100 പേര് പറയും, ഒരാളിങ്ങനെ കേൾക്കും. വത്സാൻ മുഞ്ചൻ കോചിദാസാമയേ ക്രോശസഞ്ജാതഹാസഃ സ്ഥേയം സ്വാദ്വത്യധിതത് അധദതിഭയ കൽപ്പിതൈഃ സ്ഥേയയോഗൈഃ. യശോദേ, നിൻ്റെ മകൻ്റെ ആ ഒരു വികൃതി സഹിക്കാൻ പറ്റണില്ല. അതാണ് വത്സാൻ മുഞ്ചൻ കോചിത് അസമയേ ആണ്. അസമയത്ത് വന്നു എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് വന്നിട്ട് പശുക്കുട്ടികളെ അഴിച്ചു വിട്ടു. ഞങ്ങളൊക്കെ പാലും വെണ്ണയും തൈരും വിറ്റ് ജീവിക്കുന്നവരല്ലേ. രാത്രി വന്ന് പശുക്കുട്ടികളെ അഴിച്ചു വിട്ടാൽ എന്താ ഉണ്ടാവുക? രാവിലെയായി ഞങ്ങൾ ബക്കറ്റുമായിട്ട് പോയി, എവിടെ പാല് ആണ്. എന്തിനാ കൃഷ്ണ അഴിച്ചു വിട്ടത് ചോദിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഇവിടെ അവതരിച്ചതിന് എന്തിനാ അഴിച്ചുവിടാൻ ആണ്, മുക്തി കൊടുക്കാനാണ് വന്നത് തന്നെ. അത് പശുക്കുട്ടികളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു എന്നാണ്. നമ്മളുള്ള സ്ഥലത്തുള്ളവരെയൊക്കെ ആദ്യം അങ്ങോട്ട് നേരെയാക്കുക എന്നാണ്. പിന്നെ മെല്ലെ മെല്ലെ ആദ്യം കുടുംബം നേരെയാക്കുക, പിന്നെ നാട് നേരെയാക്കുക. അങ്ങനെയല്ലേ പോകേണ്ടത്. ആദ്യം ഇവിടെ ഈ പശുക്കുട്ടികളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം, അഴിച്ചുവിടുക. എന്ന് മാത്രമല്ല, ധർമ്മത്തെ സ്ഥാപിക്കാനല്ലേ വന്നത്. ധർമ്മ സംസ്ഥാപനാർത്ഥായ. അങ്ങനെയല്ലേ പറയുക. അമ്മയുടെ പാല് കുടിക്കണത് ഞാനല്ലേ. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ പാല് മക്കൾക്ക് അവകാശപ്പെട്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ പശുക്കളുടെ പാല് പശുക്കുട്ടികൾക്ക് അവകാശപ്പെട്ടതല്ലേ. അതുകൊണ്ട് ഞാൻ ചെയ്തത് അന്യായമാണെന്ന് പറയണ്ട. വത്സാൻ മുഞ്ചൻ കോചിത് അസമയേ. നീ അസമയത്ത് അഴിച്ചു വിട്ടു പറഞ്ഞാൽ സമയത്താണോ അസമയത്താണോ മുക്തി കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നതാണ്. നിങ്ങൾക്കത് അസമയമായിട്ട് തോന്നിയേക്കാം, സമയത്തെ കൊടുക്കണുള്ളൂ. ചെറുപ്രായത്തിലേ പോയല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. അല്ല, പ്രായം ഇപ്പോൾ ആ ശരീരം നോക്കിയിട്ടല്ലേ, ആ ജന്മം നോക്കിയിട്ടല്ലേ. അതിൻ്റെ പ്രാരബ്ധം തീർന്നാൽ അഴിച്ചുവിടും. അസമയേ ക്രോശസഞ്ജാതഹാസഃ സ്ഥേയം. കക്കുകയാണെന്നാണ് പറയണത്. എന്ത് കക്കുക? ആരാ കട്ടത്? ഭഗവാനാണോ നമ്മളാണോ? ഭഗവാന്റെ അല്ലാത്ത എന്ത് വസ്തു അവിടെ ഉള്ളത്? എല്ലാം ഭഗവാന്റെയാണ്. നമ്മളാണ് എടുത്തു വെച്ചത്. എന്നിട്ട് അത് ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് പറയാണ്? ഭഗവാൻ പറ്റിച്ചു, കട്ടു എന്ന് പറയാണ്. അത് ന്യായമാണോ? ആണ്. ശരിക്കും ആരാ കട്ടത്? സ്ഥേയം സ്വാദു അത്തി അധദതിഭയഃ കൽപ്പിതൈഃ സ്ഥേയയോഗൈഃ മർക്കാൻ ഭോക്ഷ്യൻ. ഒരു ഗോപിക പറഞ്ഞു, അവൻ കഴിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് കുരങ്ങനൊക്കെ കൊടുക്കുകയാണ് ഒരാവശ്യമില്ലാണ്ട്. എന്തിനാ ഈ കുരങ്ങനെ കൊടുക്കണു എന്നാണ്. കൃഷ്ണ, എന്തിനാണ് നീ കുരങ്ങനെ കൊടുത്തത്? അമ്മേ, ഞാൻ അബദ്ധം പറ്റിയതാ. ഞാൻ ആ വെണ്ണെടുത്ത് വരുമ്പോൾ പെട്ടെന്ന് ഒരാളെ കണ്ടു. ഞാൻ കരുതിയത് ഇവളുടെ ഭർത്താവാണ്. സന്തോഷമായിക്കോട്ടെ വെക്ക് കരുതി ലേശം വായ തേച്ചു. പിന്നെ മനസ്സിലത് കുരങ്ങനായിരുന്നു. രണ്ടും ഒരേ ഛായ. മറ്റാൾ പൂമോത്തിരിക്കുന്നുണ്ട്, ഇത് ഇവിടെ ഇരിക്കും, രണ്ട് ഒരേ ഛായ ആണ്. ഒന്നും കൂടി വിഷമായി എന്നാണ്. മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേത് നാത്തി ഭാണ്ഡം ഭിനത്തി. ഇനി ഒന്നും വെച്ചിട്ടില്ലെങ്കിലോ ഒന്നും പറയണ്ട, പിന്നെ അവിടെയുള്ള സകല കാലങ്ങളും ഇയാൾ പൊട്ടിക്കും. ഒന്നും വെക്കാണ്ടിരുന്നാലും ബുദ്ധിമുട്ടാണ്. യശോദ പറഞ്ഞു, നീ പൊട്ടിച്ച എണ്ണം മാത്രം പറഞ്ഞാൽ മതി, പരാതി പറയണ്ട. എത്ര എണ്ണം പൊട്ടിച്ചു വെച്ചാൽ അത്രയും സ്വർണത്തിൻ്റെ കലം ഞാൻ തരാം. അവർക്ക് സന്തോഷമായി. അവരിടയ്ക്കൊക്കെ പറയും കൃഷ്ണനോട്, ശനി ഞായർ ഒഴിവുണ്ടെങ്കിൽ വരണം കേട്ടോ, 4 കലം ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് നിരയെ കിട്ടിയാൽ നന്നായല്ലോ. ഇങ്ങനെ ഭഗവാൻ സോഷ്യലിസം നടപ്പാക്കിയതാണ്. തൻ്റെ വീട്ടിൽ ധാരാളം സ്വത്തുണ്ട്, ധാരാളം സമ്പത്ത് കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. അതങ്ങോട്ട് ഒഴുകട്ടെ, ചുറ്റുപാടത്തുള്ള ആൾക്കാർക്കൊക്കെ കിട്ടട്ടെ. അങ്ങനെ ഭഗവാൻ എല്ലാവരെയും ഉള്ളവരാക്കി മാറ്റി. എല്ലാവരും ഇല്ലാത്തവരാക്കി മാറ്റല്ല വേണ്ടത്, എല്ലാവരെയും ഉള്ളവരാക്കി മാറ്റി. മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേത്നാത്തി ഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹ കുപിതോ യാത്യുപക്രോശ്യതോകാൻ. ചെറിയ കുട്ടികളെയൊക്കെ ഉപദ്രവിക്കും കൃഷ്ണനെ. കുറച്ചത് കടന്നുപോയാലോ തോന്നും. നിനക്കറിയില്ലേ യശോദ, എൻ്റെ ആ വാശിക്കുട്ടി അതാണെന്ന് വെച്ചാൽ ഒരു സമയം എന്ത് ചെയ്താലും പീക്കേ എന്ന് പറഞ്ഞ് എപ്പോഴും കരച്ചിലാണ്. രാത്രി ഒരു വിധം ഒരു 11:30-11:45 ആകുമ്പോഴേക്കും അതിനൊന്ന് എങ്ങനെയൊക്കെയോ കിടത്തി ഉറക്കി. എന്നിട്ട് ഞാനും ഭർത്താവും അങ്ങോട്ട് കിടക്കാൻ ഒരുങ്ങിയതാ. അപ്പോഴേക്കും കൃഷ്ണൻ ഓടി വന്ന് അതിൻ്റെ തുടക്കരു നുള്ള കണ്ടു കൊടുത്തു. അത് വീണ്ടും ഇപ്പോൾ രാവിലെ ഞാൻ ഉറക്കി വരിക. രാത്രി മുഴുവൻ ഉറങ്ങാണ്ട കിടക്കായിരുന്നു. എന്തിനാ കൃഷ്ണ ആ ചെറിയ കുട്ടിയൊക്കെ എന്ത് തെറ്റ് ചെയ്തു? 2-2.5 വയസ്സ് കുട്ടിയൊക്കെ എന്ത് തെറ്റാ ചെയ്യണത്? എന്തിനാ നീ അതിനെ നുള്ളണത് ചോദിച്ചാൽ കൃഷ്ണൻ പറഞ്ഞത്, ജനിച്ചില്ലേ അമ്മേ, അത് തെറ്റ്. എന്താണ്? ജനിച്ചല്ലോ. ജനിച്ചത് എന്തുകൊണ്ടാണ്? എന്തോ ലേശം ബാക്കിയുള്ളതുകൊണ്ടല്ലേ ജനിച്ചത്. ഞാൻ നുള്ളിയതിൻ്റെ അർത്ഥം തരുമോ വെച്ചാൽ ഇനി കരുതുക. ഈ ജന്മം കരുതി ജീവിക്കണമെന്ന് കാണിക്കാനാണ് ഇത് നുള്ളിയത്. യാത്യുപക്രോശ്യതോകാൻ ഹസ്താഗ്രാഹ്യേ രചയതി വിധിം പീഠകോലൂഖലാദ്യൈ. ചോദിക്കുകയാണ്, മുകളിൽ വെച്ചൂടെ? ഉണ്ണിക്കെത്താത്ത ദിക്കിൽ വെച്ചാൽ പോരെ? വെച്ചിട്ടെന്താ കാര്യം? അവിടുത്തെ പീഠവും ഒരലൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ കയറി വന്നിട്ട് ഇവൻ എടുക്കും. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇരുട്ടുമുറി കൊണ്ടുവച്ചാൽ മതി. കുട്ടികൾക്ക് പേടിയാണ്, ഇരുട്ടൊക്കെ പേടിയാണ് കൃഷ്ണന്. എന്ത് പേടി? ഇരുട്ടുമുറി കൊണ്ടുവച്ചു അവിടെ.
അവിടുത്തെ ഇരുട്ടുമുറിയിൽ ആരും പോകാറില്ല, ഞാനും പോകാറില്ല. അവിടുത്തെ മുത്തശ്ശിയും പെരിച്ചാഴിയും മാത്രമേ പോകാറുള്ളൂ. ആ മുറി കൊണ്ടുവച്ചു. അത് അവിടെ ഉണ്ടാവുമല്ലോ വിചാരിച്ചു. എവിടെ? ഇയാൾ രാത്രിയായി വരും, കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. കഴുത്തിലെന്തുണ്ട്? കൗസ്തുഭരത്നല്ലേ, അതങ്ങോട്ട് പ്രകാശിച്ചാൽ കണ്ടുപിടിക്കാനോ ബുദ്ധിമുട്ട്. വെണ്ണ വെച്ചത് എവിടെയാണ്? അവരെക്കാൾ കൂടുതൽ ആർക്കറിയാം. അവർക്ക് മറന്നുപോയി എവിടെയാണ് വെച്ചത്. കൃഷ്ണൻ പറയും, മറ്റേ പാത്രത്തിലുണ്ട്. സർവജ്ഞനാണേ. അയാൾക്കാണപ്പോൾ ലേശം വെണ്ണ വെച്ചത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ധ്വാന്താകാരേ ധൃതമണിഗണം, തൻ്റെ കഴുത്തിലുള്ള ആ രത്നം കൊണ്ട് അത് കണ്ടുപിടിക്കും. സ്വാംഗമർത്ഥപ്രദീപം കാലേ ഗോപ്യോ യറിഹൃഹൃത്യേഷു സുവ്യഗ്രചിത്ത. ഇനി അവൻ എടുത്താൽ വിഷമല്ല, അവൻ്റെ വർത്തമാനം അത് സഹിക്കാൻ വയ്യ. ചെറിയ ഉണ്ണിയാണ്, പക്ഷെ വർത്തമാനം എന്താ? ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്നിട്ട് വെണ്ണ വെച്ച കലത്തിൽ കൈയിട്ടു. ഞാൻ വാതിലങ്ങോട്ട് തുറന്നു, ഒരു പരിഭ്രമവും ഇല്ല. തൻ്റെ വീട്ടിലിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് ഗോപികയുടെ വീട്ടിൽ. വെണ്ണക്കാലത്തിൽ കൈയും വെച്ചിട്ട് ഗോപിയോട് ചോദിച്ചു, എന്താ അവിടെയെന്ന്. അവക്കന്നെ സംശയം, ഇതിപ്പോൾ എൻ്റെ വീടല്ലേ. കസ്ത്വം ബാല. ഞാൻ ചോദിച്ചു അവളോട്, നീ ആരാ? അറിയാനിട്ടല്ല, എന്താ ഇവൻ പറയാൻ നോക്കണല്ലോ. കസ്ത്വം ബാല. അപ്പോൾ കണ്ണുരുട്ടി എന്നോട് പറഞ്ഞു, ബലാനുജഹ. ഞാൻ ബലരാമൻ്റെ അനിയൻ. എന്നെ അറിയില്ലേ? ഞാൻ ബലരാമൻ്റെ അനിയൻ. ആരാ ബലരാമൻ? എൻ്റെ ഏട്ടൻ. ആരാ ബലരാമൻ്റെ അനിയൻ? ബലരാമൻ എൻ്റെ. ഞാൻ ആരാ പറഞ്ഞിട്ടില്ല എപ്പോഴും. അതാണ് സാമർത്ഥ്യം. അത് പറയില്ല, കൃത്യമായിട്ടൊന്നും ഇയാൾ പറയില്ല. എന്താ എപ്പോഴും ബലരാമൻ്റെ അനിയെന്ന് പറയാൻ കാരണം? നാട്ടിൽ നല്ല പേരേട്ടനേ ഉള്ളൂ. രാമനെ പറ്റി നല്ല പേരാ, ഒന്നുമില്ല, മിടുക്കന. കണ്ട ചിരിക്കാനും വർത്തമാനം പറയാനൊക്കെ അറിയാം, മാന്യമായിട്ട് നിൽക്കും. അതുകൊണ്ട് എപ്പോഴും ആളുകൾ ചോദിച്ചാൽ രാമാനുജഹ, പേരെന്താ? ബലാനുജഹ എന്നൊക്കെ പറയുള്ളൂ. പേര് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കേട്ടിട്ടുണ്ട് കുറേ എന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെ പറയുള്ളൂ, ബലാനുജഹ. അത് മാത്രമല്ല, ഇവളുടെ കണ്ണുരുട്ടിലൊക്കെ കണ്ടപ്പോൾ ഭഗവാന് പേടിയായി. അവൾ വന്ന് തല്ലുവോ? അവൾ തല്ലുവോ എന്ന് പേടിച്ചിട്ടാണ് പേരെന്ത് പറഞ്ഞു? ബലാനുജഹ. ഞാൻ ആരാന്ന് വെച്ചിട്ടുണ്ടോ? ആരാ? ബലരാമൻ്റെ അനിയനാ. എന്നെ തല്ലിയ ചോദിക്കാനും പറയാൻ ആളുണ്ട്. ഏട്ടന് നല്ല ശക്തി ഉണ്ട്, എൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കും. ബലാനുജഹ, അതിനാണ് അങ്ങനെ പറഞ്ഞത്. ശരി, സമ്മതിച്ചു. കസ്ത്വം ബാല ബലാനുജഹ കിമിഹത്തെ. എന്തിനങ്ങോട്ട് വന്നത് ചോദിച്ചു. എൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് വന്നത്? ചുറ്റും നോക്കിയിട്ട്, സോറി, നിൻ്റെ വീടായിരുന്നു അല്ലേ, ഞാൻ എൻ്റെ വീടാ കരുതി കയറിയത്. ദേ പെയിൻ്റാ എൻ്റെ വീടിനും. വന്ന് നോക്കൂ, തന്നെ ഇങ്ങനെ തന്നെ, ഇവിടെ തന്നെ ജനൽ. മന്മന്ദിര ആശങ്കയ. ഞാൻ എൻ്റെ വീടാന്ന് കരുതിയിട്ട് കയറിയത് കേട്ടോ, സോറി എന്ന് പറഞ്ഞ് മെല്ലെ എണീറ്റ് പോകാൻ പുറപ്പെടുകയാണ്. ആ ഗോപിക പറഞ്ഞ് നിൽക്കവിടെ, എങ്ങോട്ടാണ് പോണത്? സമ്മതിച്ചു, നിൻ്റെ വീടാന്ന് കരുതി കയറി. അത് ഞാൻ സമ്മതിച്ചു. യുക്തം തത് നവനീത ഭാണ്ഡ വിവരൈ ഹസ്തം. എന്തിനാ ഈ വെണ്ണ വെച്ച കലത്തിൽ കൈയിട്ടത്? അതെന്തിനാപ്പം? അപ്പോഴാണ് ഭഗവാൻ പറയണത്, മാതാഹ. ആദ്യം വിളിച്ചു ആ ഗോപികയെ, എന്ത്? അമ്മേ എന്നങ്ങോട്ട് വിളിച്ചു. അവൾ ഏതോ ലോകത്തെത്തി എന്നാണ്. ഭഗവാൻ അങ്ങോട്ട് കൊഞ്ചിയും കൊണ്ട് അമ്മയെ വിളിച്ച പിന്നെന്താ? പിന്നെ വിഷമമൊന്നും ദേഷ്യമൊന്നുമില്ല, ഒക്കെ പോയി. എന്നിട്ട് പറയാണ്, എൻ്റെ ശരിക്കുള്ള അമ്മ ഉണ്ടല്ലോ, ഏത്? യശോദാമ്മ, കുറച്ച് ദിവസമായിട്ട് ഒന്നും കഴിക്കണമില്ല, ഒന്നുമില്ല, ഉച്ചയ്ക്കൊന്നും ഊണ് കഴിക്കില്ല. ചോദിച്ചാൽ പറയും, വെളുത്ത പശുക്കുട്ടിയെ കാണാനില്ല കൃഷ്ണ, നമ്മുടെ വെളുത്ത പശുക്കുട്ടിയെ കാണാനില്ല. ഞാൻ അങ്ങനെ അന്വേഷിച്ചിറങ്ങിയതാ. ഈ വഴിക്ക് പോകുമ്പം ഈ വെണ്ണ വെച്ച കാലത്തിലൊരു വെളുത്ത സാധനം. എനിക്ക് സംശയമായി, ഇതിന് പശുക്കുട്ടിയാണോ? പശുക്കുട്ടിയാണോ ഇഷ്ടമല്ലോ, നോക്കിയതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ചെറിയ പശുക്കുട്ടി അല്ല, വലിയ പശുക്കുട്ടി. വലിയ പശുക്കുട്ടി ചെറിയ കാലത്തിലുണ്ടാവുമോ? വലിയ പശുക്കുട്ടി എങ്ങനെ ചെറിയ കാലത്തിലുണ്ടാവുക? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഉണ്ടാവില്ല എന്ന് എനിക്കും അറിയാം, പക്ഷെ നിങ്ങളൊക്കെ ഇടയ്ക്ക് അമ്മയോട് അവിടെ നിന്ന് പറയാറില്ലേ, കുന്തം പോയാൽ? അതും കുറ്റവർക്ക് തന്നെ, കൊടുത്ത് തപ്പണം. ഇനി തപ്പിയില്ല എന്ന് വേണ്ട, നിങ്ങളൊക്കെ പറയാറുള്ളതല്ലേ, അത്രയേ ഉള്ളൂ. ഇതാണ് ഇവൻ്റെ വർത്തമാനം. ഇങ്ങനെ ഓരോന്നോരോന്ന് അവർ പറയുകയാണ്.